ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വിശ്വസിക്കാനാകാത്ത പല കാര്യങ്ങളും ലോകത്തിൽ സംഭവിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമോ, ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് കരുതി മൂക്കത്ത് വിരൽ വെച്ച് നിന്നു പോകുന്ന ഏറെ കാര്യങ്ങൾ. ഇത്തരത്തിലൊന്നാണ് ശാരീരിക ബന്ധമില്ലാതെ സ്വിമ്മിംഗ് പൂൾ കാരണം ഗർഭിണിയായ പെൺകുട്ടി. ഒരാളല്ല, 16 പേർ. ഗർഭം ധരിക്കാൻ പല ദമ്പതിമാരും പ്രാർത്ഥനകളും ചികിത്സയുമായി നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് അറിയണം. ഫ്ലോറിഡയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഡാലിയ ജെന്നിസ് എന്ന പെൺകുട്ടിയുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് പാർട്ടി നടത്താനാണ് ഈ പെൺകുട്ടികൾ ഒത്തുകൂടിയത്. ഇവർക്കൊപ്പം 15കാരനായ ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായ ഒരു പയ്യനുമുണ്ടായിരുന്നു. ഇവരുടെ കോമൺ സുഹൃത്ത്. ഇയാളുടെ ബീജമാണ് ഈ 16 പെൺകുട്ടികളെയും ഗർഭിണികളാക്കിയത്. ഇയാൾ സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നതിനിടെ ബീജം വിസർജിച്ചിരുന്നു. അതായത് സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ലഗ്നം നടന്നു. ഈ സ്വിമ്മിംഗ് പൂളിൽ പിന്നീട് ഇറങ്ങിയ പെൺകുട്ടികളുടെ ശരീരത്തിൽ ഈ ബീജമെത്തുകയും അവർ ഗർഭിണികളാകുകയും ആയിരുന്നു. ഇവർ തമ്മിൽ യാതൊരു ബന്ധവും നടന്നിട്ടില്ലെന്നും താൻ ഇതുവരെ ഇവരെന്നല്ല മറ്റൊരു പെൺകുട്ടിയുമായും ഇത്തരത്തിൽ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും പയ്യൻ പറയുന്നു. ഇതിന് വിശദീകരണവുമായി ഡോക്ടർമാരും രംഗത്തെത്തി. ഈ 15കാരന്റെ ബീജം മറ്റു സാധാരണ ബീജങ്ങളെക്കാൾ 1000 മടങ്ങ് ശേഷിയുള്ളതാണെന്നാണ് മെഡിക്കൽ വിശദീകരണങ്ങൾ. ഡോക്ടർ ജോൺ സുസുക്കീമ ഇതിനെക്കുറിച്ച് വിശദീകരണം നൽകുകയും ചെയ്തു. സ്പെർമറ്റോഫോർട്ടിസ് എന്ന അവസ്ഥയുള്ളവരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് സ്പേം കൗണ്ട് ഏറെ കൂടുതലും ഇതിനെ സ്പെർമറ്റോസോയിഡുകൾ ഏറെ ശക്തിയുള്ളതുമാകും. ഇവരുടെ ബീജം ഡോൾഫിൻ, സീലുകൾ തുടങ്ങിയ ജലജീവികളോട് സാദൃശ്യമുള്ള, അതായത് വെള്ളത്തിൽ പോലും നശിച്ചു പോകാതെ പ്രത്യുൽപാദന ക്ഷമതയുള്ള തരമാണെന്നും ഡോക്ടർ പറയുന്നു. ഇതായിരിക്കാം ഈ സംഭവത്തിന് പുറകിൽ എന്നാണ് മെഡിക്കൽ വിശദീകരണം. ഗർഭം ധരിച്ച കൂട്ടുകാരികളുടെ അവസ്ഥയിൽ ദുഃഖമുണ്ടെങ്കിലും സ്വിമ്മിംഗ് ഡ്രസ്സ് ഇല്ലാത്തത് കാരണം താൻ പൂളിൽ ഇറങ്ങാത്തതുകൊണ്ട് രക്ഷപ്പെട്ടുവെന്ന സന്തോഷവും ബർത്ത്ഡേ ഗേളിനുമുണ്ട്. ഗർഭം ധരിച്ച പെൺകുട്ടികളിൽ 2 പേരൊഴികെ ബാക്കിയുള്ളവരും എല്ലാം തന്നെ വീട്ടുകാരുടെ സഹായത്തോടെ അബോർഷന് തയ്യാറായി. എന്നാൽ 2 പെൺകുട്ടികളുടെ വീട്ടുകാർ ജീവൻ നശിപ്പിക്കുന്നത് പാപമാണെന്ന ചിന്തയിൽ കുഞ്ഞിന് ജന്മം നൽകാൻ അനുവദിക്കുക എന്ന തീരുമാനത്തിലുമെത്തി. പല വെബ്സൈറ്റുകളും ഇത് പ്രസിദ്ധപ്പെടുത്തിയെങ്കിലും ഇത് വെറും കഥയാണെന്ന ചില വിശദീകരണങ്ങളും കേൾക്കുന്നുണ്ട്. സത്യാവസ്ഥ എന്തെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്ന് അർത്ഥം.